ജബൽപൂരിൽ ഒരു വൈദികനെ ആക്രമിച്ച സംഭവത്തിലുള്ള അദ്ദേഹത്തിനുണ്ടായ പ്രയാസത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് ഉള്ള ഞങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇതിപ്പോൾ കേരളത്തിന് പുറത്ത് മുസ്ലിങ്ങളെപ്പോലെ തന്നെ ക്രിസ്ത്യാനികളെയും ദ്രോഹിക്കുന്ന സമീപനമാണ് BJP സ്വീകരിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് വോട്ടിന് വേണ്ടി ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത്. കേരളത്തിൻ്റെ പുറത്ത് അവർ ദ്രോഹിക്കുന്ന സമീപനമാണ്. ഇപ്പോൾ ജബൽപൂർ മാത്രമല്ല, ഒഡീസയിലുണ്ടായ സംഭവങ്ങളും ഓർഗനൈസർ എന്ന അവരുടെ പത്രത്തിൽ RSS പത്രത്തിൽ വന്ന ലേഖനങ്ങളും ഇതെല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും മൈനോറിറ്റി വിഭാഗത്തിനെ ഒരുമിച്ച് കാണാൻ ഇവർ തയ്യാറാവുന്നില്ല. അതിൻ്റെ ദോഷമാണ് ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ. അതാണ് അഹമ്മദാബാദ് AICCയിൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഒരു കാരണവശാലും ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്ന സമീപനത്തിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇന്ന് ഇപ്പോൾ വഖഫ് ബില്ല് പാസ്സായതോടെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൈയടക്കാനുള്ള ശ്രമമാണ് നടത്തിയതെങ്കിൽ ഇനി ക്രിസ്ത്യാനികളുടെ നേരെയാണ് ആക്രമണം അഴിച്ചുവിടുന്നത് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് മുസ്ലിങ്ങളെ പോലെ തന്നെയാണ് ക്രിസ്ത്യാനികളെയും BJPക്കാർ കാണുന്നത്. ഈ ഓർഗനൈസറുടെ ലേഖനം കുറിച്ച് എന്താണ്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഓർഗനൈസറിലെ ലേഖനം എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായമാണ്. RSS സത്യം പുറത്തു പറഞ്ഞു. അതാണ് ഓർഗനൈസറിലെ ലേഖനം എന്ന് പറഞ്ഞത്. അതായത് പറഞ്ഞാൽ എന്താ, കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫണ്ട് ക്രൈസ്തവ വിഭാഗത്തിനാണെന്ന് പറയുമ്പോൾ ക്രൈസ്തവ വിഭാഗം ഈ നാട്ടിൽ ഈ രാജ്യത്ത് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, അതല്ലാതെ സഭയുടെ മാത്രം സ്വത്തായിട്ടല്ല അവർ ഉപയോഗിക്കുന്നത്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിനെയാണ് ഇവർ ഈ മതപരമായിട്ടുള്ള രീതിയിൽ കാണുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നോട്ടുകൊണ്ട് ക്രൈസ്തവ പ്രീണനം BJP നടത്തുന്നുണ്ട്. അത് ഞാൻ പറയാം, കേരളത്തിൽ മാത്രമാണ് അവർക്ക് ക്രൈസ്തവർ ആവശ്യമുള്ളൂ, കേരളത്തിന് പുറത്ത് അവർക്ക് ആവശ്യമില്ല. അങ്ങനെ സമീപനം പാടുണ്ട്. ഈ രാജ്യത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കാണണം. ഇപ്പോൾ BJPയും കോൺഗ്രസും ഒക്കെ ദേശീയ പാർട്ടികളാണ്. ദേശീയ പാർട്ടികൾക്ക് ദേശീയ നയം ഉണ്ടാവണം, അല്ലാതെ ഓരോ സ്റ്റേറ്റിലും ഓരോ നയമാവരുത്. ഞങ്ങളെല്ലായിടത്തും മൈനോറിറ്റി വിഭാഗത്തിന് ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങൾ, അതല്ലാതെ ഇത് പ്രീണനമല്ല. കോൺഗ്രസ് പറയുന്നത് ഇപ്പോൾ വഖഫ് സ്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വഖഫ് ബോർഡ് അമുസ്ലിങ്ങളെ വയ്ക്കുക എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളെ വയ്ക്കുന്ന പോലെ തന്നെയല്ലേ. അതാണ് ഞങ്ങൾ എതിർത്തത്. മുനമ്പം ഒരു പ്രത്യേക വിഷയമാണ്. മുനമ്പ് ഇതുവരെ കൂട്ടിക്കുറയ്ക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഇതിന് മുൻകാല പ്രാബല്യമില്ല. അപ്പോൾ പിന്നെ മുനമ്പത്ത് എങ്ങനെയാണ് ഈ ബില്ല് കൊണ്ട് മെച്ചം കിട്ടുക? മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലോ എന്നുള്ളതിൻ്റെ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. 2019 വരെ മുനമ്പം അത് വഖഫ് ഭൂമി ആയിരുന്നില്ല. അപ്പോൾ ആരാ അവർക്ക് രജിസ്ട്രേഷൻ കൊടുത്താരാ? എന്തുകൊണ്ടാണ് അന്ന് സംസ്ഥാന സർക്കാർ രജിസ്ട്രേഷൻ അവിടെ കൊടുക്കാൻ കാരണം? വീട്ടുകാർക്ക് അന്നത്തെ രീതി അനുസരിച്ച് അത് വഖഫ് ഭൂമിയല്ല. അപ്പോൾ വഖഫ് കൊടുത്ത സേർട്ടിൻ്റെ കുടുംബത്തിലെ ഇന്നത്തെ അവകാശികൾ പറയുന്നത് ഇത് വഖഫ് ഭൂമിയല്ല എന്നാണ്. വഖഫ് ഭൂമി അല്ലെങ്കിൽ ഇനി അവിടുത്തെ ജനങ്ങളുടെ കാര്യം സേഫാണ്. പക്ഷേ അതിൻ്റെ കോടതിയുടെ വിധിയാണ് കാത്തിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ എന്നുള്ള നിലയിൽ അവരുടെ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ കഴിയും. കാരണം അവിടുത്തെ ഉള്ള ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. കാരണം വർഷങ്ങളായിട്ട് അവർ താമസിക്കുകയാണ്. അവരുടെ ഭൂമി രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്തു, അവർ എല്ലാ മാസവും അവർ ടാക്സ് അടയ്ക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ 2019 ഒരു നിയമത്തിൻ്റെ പേരിൽ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമല്ല. അതുകൊണ്ടാണ് UDF അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് സ്റ്റാൻഡ് എടുത്ത് അവരെ സംരക്ഷിക്കണം. അപ്പോൾ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് അവരുടെ ടാക്സ് ഒക്കെ പിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ അത് ഞങ്ങളൊക്കെ പിന്തുണയ്ക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.